കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. അടിപൊളി. ഉഗ്രത്തിൻ്റെ അതേ പ്ലോട്ടാണ്, പക്ഷേ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. മസ്റ്റ് വാച്ചിങ് തിയേറ്റർ. പടം നോക്കുന്നതാണെങ്കിൽ ഏവറേജ് ആണ്, പക്ഷേ ഏവറേജ് എന്ന് പറയാനാവില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് സസ്പെൻസ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ സസ്പെൻസ് എല്ലാം എന്ത് ചെയ്യുക, അടുത്ത പാർട്ടിലാണെന്ന് തോന്നുന്നു റിവീൽ ചെയ്യുക. പിന്നെ എഡിറ്റിങ് ഗംഭീരമാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീരമാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിന് നല്ല പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു അന്യഭാഷയിൽ പോയിട്ട് നമ്മുടെ മലയാളം നടനത്തിൽ നല്ല പ്രസൻസ് കിട്ടുക തന്നെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രഭാസിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഒരു KGF ലെവലിലേക്ക് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെക്കൻഡ് പാർട്ട് കണ്ടാലേ പറയാൻ പറ്റും. പ്രഭാസിനെക്കാട്ടും പൃഥ്വിരാജ്. രാജുവേട്ടൻ്റെ അഴിഞ്ഞാട്ടം. രാജുവേട്ടൻ്റെ അടിപൊളി സൂപ്പർ, ഔട്ട്സ്റ്റാൻഡിങ്, എക്സലന്റ്. ഉഗ്രത്തിന് അതേ പ്ലോട്ട്, ഏകദേശം ഉഗ്രത്തിന് അതേ പ്ലോട്ടാണ്, പക്ഷേ കിടിലായിട്ട് എടുത്തു. മൊത്തത്തിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു KGFൻ്റെ ആ ലെവലിലേക്ക് വന്നിട്ടില്ല. മേക്കിംഗ് കുഴപ്പമില്ല, എഡിറ്റിങ് ഗംഭീര എഡിറ്റിംഗ് ആണ്. ഒരുപാട് സാധനങ്ങൾ എൻ്റെ സെക്കൻഡ് പാർട്ട് പറയാനുണ്ട്. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. മൊത്തത്തിൽ നല്ല പടം. പ്രശാന്ത് നീലിൻ്റെ ആദ്യത്തെ പടം ഉഗ്രത്തിൻ്റെ KGF വെർഷൻ, നല്ല പടം. അതിൽ ശ്രീമുരളിക്ക് പകരം ഇപ്പം വന്നതേ ഉള്ളൂ, പ്രഭാസ് വന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം കഥ തന്നെ. അടിപൊളി BGM കാര്യങ്ങളെല്ലാം അടിപൊളി. KGF ഉള്ളതിൻ്റെ മാസ് സാധനം. പ്രഭാസ് ഈ പൃഥ്വിരാജ് കോമ്പിനേഷൻ എങ്ങനെ വർക്കൗട്ടോ? അങ്ങനെ അത് വർക്കൗട്ട് അവൻ്റെ അടുത്ത് വർക്കൗട്ട് ആയി. 2 ആക്ഷൻ സീക്വൻസ് ഇതായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പാർട്ടിലേക്ക് അവരിത് ഒരു സസ്പെൻസ് പോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും KGF പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരണ്ട. മൊത്തത്തിൽ പടം ഒരു ടൈം കണ്ടില്ല, പക്ഷേ KGF പ്രതീക്ഷിക്കണം. സൂപ്പർ പടം, സൂപ്പറായിട്ടുണ്ട്. KGF മോഡലിൽ തന്നെ നല്ല മേക്കിങ്ങും കാര്യങ്ങളെല്ലാം സൂപ്പറാണ്. KGF വെല്ലുവാ. KGF പോലെ തന്നെയാണ് പടം. സെക്കൻഡ് പാർട്ടിന് കട്ട മേക്കിങ്ങാണ്. അടിപൊളി. പൃഥ്വിരാജ് കലക്കി, മാസാണ്. പൃഥ്വിരാജിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ അറിയാം. പ്രഭാസ് പൃഥ്വിരാജ് കോമ്പിനേഷൻ അടിപൊളി തന്നെ. പൃഥ്വിരാജ് കുറച്ച് മുകളിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. അടിപൊളി. പൃഥ്വിരാജിൻ്റെ സൂപ്പറാണ്. പിന്നെ പറയണ്ടല്ലോ, ബാഹുബലിക്ക് ശേഷം സൂപ്പർ.